Good morning. Welcome to FTT Family Travel Trace. തേർഡ് ഡേ നമ്മൾ റെഡിയായി. കുറച്ച് ഇൻസ്റ്റാമാർട്ടിൽ എഗ്സൊക്കെ വരുത്തി അത് പുഴുങ്ങി കഴിച്ചു. പെട്ടെന്നുള്ള വിശപ്പിനൊരു ശമനം. നമ്മൾ എലിഫൻ്റ് കേവ്സിലേക്ക് ഫെറിയിൽ പാക്ക് ചെയ്യണം. സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വണ്ടിയിൽ കയറ്റിയിട്ട് വേണം പോകാൻ. കാരണം നമ്മൾ തിരിച്ചെത്തുമ്പോൾ 12 മണിയാവും. നമ്മുടെ ഇവിടെ അപ്പാർട്ട്മെൻറ്റ് Airbnb 11 o'clock ചെക്കൗട്ട് ചെയ്യണം. സാധനങ്ങൾ പുറത്ത് എത്തിക്കണം, വണ്ടിയിൽ വെച്ചിട്ട് വേണം പോകാൻ. അപ്പോൾ നമുക്ക് ക്ലിയർ അപ്പ് ചെയ്യാം ഇവിടെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇറങ്ങുന്നു. ദേവിദാസ് മാൻഷൻ നമ്മുടെ താമസസ്ഥലം. അത് താജിൻ്റെ തൊട്ട് അയലക്കത്താണ് നമ്മൾ താമസിക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. അങ്ങനെ താജ് ചുറ്റി നമ്മൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലേക്ക് നടക്കുന്നു. അവിടെ നിന്നാണ് നമ്മുടെ ഫെറി സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ ലോങ് റോഡ് ട്രിപ്പിൻ്റെ തേർഡ് ഡേ ആണിന്ന്. ഗേറ്റ് വേയിലേക്ക് കടക്കാനായിട്ട് മുംബൈ പോലീസിൻ്റെ ബോഡി സ്കാനിങ്ങും സെക്യൂരിറ്റി ചെക്കൊക്കെ ഉണ്ട്. സോ യു ഫീൽ സേഫ്. ഫോട്ടോഗ്രാഫർ പിന്നാലെ നടന്ന് പ്രലോഭിച്ചപ്പോൾ ഞങ്ങൾ കുറച്ചധികം ഫോട്ടോ എടുത്ത് കൂട്ടി. ഇന്നലെ വിചാരിച്ചത് 9 മണിയുടെ ഫെറിയിൽ കയറാനാ, പക്ഷേ പിന്നെ ഒരുങ്ങി വന്നപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ 9:30 വിചാരിച്ചു. 10 മണി ആയി. എത്ര മണിയായി? അത് 10 മണിയാവണു. പക്ഷെ ഇങ്ങോട്ട് വന്നപ്പോഴേക്കും ഫോട്ടോഗ്രാഫേഴ്സ് കളഞ്ഞു. അറിയാലോ, നമ്മുടെ ഫാമിലി ഫോട്ടോസ് പ്രിന്റ് പഴയ സംഭവമാണ്, എന്നാലും ഇപ്പം നടക്കുന്നുണ്ട്. അപ്പം അങ്ങോട്ട് നമ്മളെ പ്രലോഭിച്ച് കുറേ ഫോട്ടോ എടുത്തു. 10-36 ഫോട്ടോ എടുത്തു. അപ്പം അത് ചൂസ് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, അങ്ങനെ പണിയായി നിൽക്കുകയാണ്. എന്തായാലും ഈ ഇത്രയും നമുക്ക് ഡിവൈസസ് ഉള്ള കാലത്തും ഇങ്ങനത്തെ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ബിസിനസ് നടക്കുന്നുണ്ട് ശരിക്കും. കാരണം ആൾക്കാർക്കൊക്കെ ഇമ്മീഡിയറ്റ് പ്രിന്റ് കിട്ടുക, പിന്നെ ഫാമിലി കൂട്ടിയിട്ട് നല്ല കളർഫുൾ പടങ്ങൾ കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ രസമാണ്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ മുമ്പിൽ നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ നമുക്കിനി ഫെറിയിൽ കയറണം. 1160. ये गूगल पे नहीं है? नहीं, कैश चाहिए. ओ है बॉस. ओके. जय जल वहाद उसका सील है ना. अब बहुत टाइम है. कब निकलता है अगला बोट? 2 मिनट्स में. 2 मिनट्स में അവർക്ക് കൊടുക്കാനുള്ളതാണ്. ഗൂഗിൾ പേ ഒന്നും പറ്റില്ല. താങ്ക് യു. पीछे भी आया टिकट किससे भाई? चलो उधर लेफ्ट साइड में इसमें और അങ്ങനെ മുംബൈ തീരം വിട്ട് എലിഫൻ്റ കേവ്സിലേക്കുള്ള ബോട്ടിലേക്ക് കയറാണ്. അപ്പോൾ നമ്മൾ എലിഫൻ്റ കേവ്സിലേക്കുള്ള ഫെറിയിൽ കയറിയിരുന്നു. 1 മണിക്കൂറിൽ താഴെ സമയം എടുക്കുന്നതാണ് പറഞ്ഞത്. 290 rupees ടിക്കറ്റ് റേറ്റ്. ടു ആൻഡ് ഫ്രോ, റിട്ടേൺ അടക്കം. അപ്പോൾ നമ്മളവിടെ ഇറങ്ങും. അവിടെ കാണാൻ, അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്താൽ നമുക്ക് അത്രയും വേഗം തിരിച്ചു വരാം. ബോട്ടുകൾ എവറി 10-15 minutes അങ്ങോട്ടും ഇങ്ങോട്ടും റൺ ചെയ്യുന്നുണ്ട്. പിന്നെ സ്പീഡ് ബോട്ട്സ് ഉണ്ട്, നമ്മളത് എടുത്തില്ല. ഈ ബോട്ട് തന്നെ മതി. അപ്പോൾ ലൈഫ് ബോയൊക്കെ ഇട്ട് റെഡി ആയിരിക്കുകയാണ്. തുടക്കത്തിലൊരു ടേമോയിൽ പോലെയൊക്കെ ഉണ്ടെങ്കിലും എന്തോ സ്പീഡ് ബോട്ട് വന്ന് ഇതിൽ നിന്ന് ഒരാളെ ഇറക്കി കൊണ്ടുപോയി. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തോ പ്രശ്നമായിട്ടാണ് സ്പീഡ് ബോട്ട് വന്നതെന്ന്. പക്ഷെ കുഴപ്പമൊന്നുമില്ല, ഏതോ പുള്ളിക്കാരനെ കരയിലാവശ്യം വന്നിട്ട് കൊണ്ടുപോയതാ. അപ്പോൾ ഇപ്പോൾ ശാന്തതയായി, എല്ലാവരും ഇങ്ങനെ ഒരു നോർമൽ മൂഡിലായി. ഇത് പക്ഷെ ഒരു മൂവിങ് ഇല്ല കേട്ടോ, വളരെ സ്റ്റഡി ആയിട്ട് പോണ ഒരു ഫെറിയാണ്. തീരെ ഒലച്ചിലൊന്നുമില്ല. പിന്നെ ആഴക്കടലൊക്കെ ആയി വരണവും. പിന്നെ അത് സ്നാക്സ് എല്ലാ പരിപാടികളും വരുന്നുണ്ട്. അപ്പോൾ ആൾക്കാർ കാലത്താണല്ലോ, എല്ലാവരും വാങ്ങി കഴിക്കണു. അങ്ങനെ റിലാക്സ് ചെയ്താണുള്ളൊരു ഫെറി റൈഡാണ്. നമ്മളിങ്ങനെ ഈ ആഴക്കടലിൽ കൂടെ ഈ ഫെറി കൂടെ പോകുമ്പോൾ ആദ്യം തന്നെ കാണുന്നത് മുംബൈയുടെ ആ ഒരു സ്കൈ ലൈൻ. നമ്മൾ ഇന്നലെ രാത്രി കണ്ട് വിസ്മയിച്ച സംഭവം അങ്ങനെ പകൽ. പിന്നെ ധാരാളം ഓയിൽ ടാങ്കേഴ്സ്, കാർഗോ ഷിപ്സ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇടയ്ക്ക് കോസ്റ്റ് ഗാർഡിൻ്റെ പട്രോളിങ്
ചെറിയ ബോട്ടുകൾ പോകുന്നുണ്ട്. പിന്നെ സ്പീഡ് ബോട്ട്സും ഉണ്ട് എലിഫൻറ്റിലേക്ക്. ഇതാ ഒരു ഓയിൽ ടാങ്കറാന്ന് തോന്നണേ, ഇങ്ങനെ വലിയൊരു ടബ്ബ് നങ്കൂരിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു വമ്പൻ കാഴ്ച നമ്മുടെ അടൽ സേതു ഇങ്ങനെ പരന്ന് കിടക്കുന്നത് നമുക്ക് നല്ലൊരു പകൽ കാഴ്ചയാണ്. കുറച്ച് ക്ലൗഡിയാണ് ഇന്ന്, അപ്പോൾ അതുകൊണ്ട് അത്ര ക്ലിയർ അല്ല വീഡിയോയിൽ. പക്ഷേ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ സൈറ്റ്. നല്ലൊരു എക്സ്പാൻസ് ഇതിൻ്റെ മൊത്തത്തിലുള്ള വ്യൂ നമുക്ക് കാണാൻ പറ്റും. അതൊരു വലിയൊരു നേട്ടമാണ് കേട്ടോ ഈ എലിഫൻറ്റ റൈഡിൻ്റെ. അപ്പോൾ എന്തായാലും ഇറ്റ്സ് വർത്ത് ഇറ്റ്. അപ്പോൾ നമ്മളിങ്ങനെ ഇതാ ഇടതുവശത്ത് അതും നമ്മുടെ റൈറ്റിൽ ഇങ്ങനെ പരന്ന് കിടക്കുന്നു എലിഫൻറ്റ കേവ്സ്. നമുക്ക് താജിൽ നിന്ന് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ നിന്ന് നമുക്ക് 13 കിലോമീറ്ററാണ് ശരിക്കും ഏരിയൽ ഡിസ്റ്റൻസ്. പിന്നെ ഇത് ഒരു 16 സ്ക്വയർ കിലോമീറ്റേഴ്സാണ് ഇതിൻ്റെ ലോ ടൈഡിൽ ഇതിൻ്റെ ഏരിയ. അത് വേലിയേറ്റ സമയത്ത് 10 സ്ക്വയർ കിലോമീറ്റർ ആയിട്ട് ചുരുങ്ങും. ഇതിൻ്റെ എന്താ ഒറിജിനൽ പേര്, ഇവിടുത്തെ മറാത്തി നെയിം എന്ന് പറയുന്നത് ഖാരാപുരി എന്നാണ്. ഏതാണ്ട് 70% കാട് നിറഞ്ഞ ഒരു ഐലൻഡാണ് എലിഫൻ്റ് ഐലൻഡ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ മൈഗ്രേറ്ററി ബേർഡ്സ്, ബട്ടർഫ്ലൈസ്, ഇങ്ങനെ നല്ലൊരു ഇതിൻ്റെയൊക്കെ ലിസ്റ്റ് ഇവിടെ ഇൻഫർമേഷൻ ബോർഡുകൾ പതിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വായിച്ചിരുന്നാൽ തന്നെ നമുക്ക് ഒരു ധാരണ കിട്ടും. പ്ലാന്റ്സിനെ കുറിച്ച് എല്ലാതും ഉണ്ട്. സയൻറ്റിഫിക് നെയിംസൊക്കെ അതിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന കടലിലാണെങ്കിൽ വിവിധതരം ഡോൾഫിൻസ് അടക്കമുള്ള മെറൈൻ ലൈഫുണ്ട്. എന്തായാലും നല്ല റൈഡാണ് അല്ലേ, നല്ല ശാന്തമായിട്ടുള്ള റൈഡാണ് അല്ലേ. തോന്നില്ല, ടെൻഷനും തോന്നില്ല. ഓക്കെ അല്ലേ? അങ്ങനെ ഖാരാപുരി എന്ന് മറാത്തയിൽ പേരുള്ള പോർച്ചുഗീസുകാർ എലിഫൻ്റ് ഐലൻഡ് എന്ന് പേരിട്ട ആ ദ്വീപിലേക്ക് നമ്മളിത് വന്നിറങ്ങണു. അതിലേക്ക് ഒരു വാക്ക് വേ പോലെയാണ്, അവിടെയാണ് ബോട്ട് ഇറങ്ങുന്നത്, ഫെറി, എന്നിട്ട് അവിടെ നടക്കണം. എന്തായാലും നമ്മളിവിടെ ബോട്ട് ഇറങ്ങി ഐലൻഡിൽ. ടോയ് ട്രെയിൻ ഇവിടെ തന്നെ കിടക്കുന്നുണ്ട്, അതിൽ കയറിയിരുന്നു. അല്ലെങ്കിൽ കുറച്ച് ദൂരം നടക്കാണ്ട്, കുറച്ച് ദൂരം ഉണ്ടാവുള്ളൂ. എന്നാലും ടോയ് ട്രെയിൻ ആകുമ്പോൾ ഒരു സൗകര്യം ഉണ്ടല്ലോ. അതിന് എത്ര ടിക്കറ്റ് പ്രൈസ് എത്രയായിരുന്നു? ഒരാൾക്ക് 15 രൂപയുള്ളൂ. കുഴപ്പമില്ല. വണ്ടി എന്ന് പറഞ്ഞാൽ എടുക്കുള്ളൂ എന്ന് തോന്നണേ. അങ്ങനെ ഫെറി ഇറങ്ങിയിട്ട് ഈ ടോയ് ട്രെയിനിലല്ല, മിനി ട്രെയിനിൽ പോണത് നല്ലൊരു അനുഭവമാണ് കേട്ടോ. ഒരു കുഞ്ഞൻ പാലത്തിൽ കൂടെ ഒരു കുഞ്ഞൻ ട്രെയിനിൽ ഇങ്ങനെ ആ ഐലൻഡിലേക്ക്. ടോയ് ട്രെയിൻ ആണെങ്കിലും കിടുകിടാ ശബ്ദത്തിലാണ് പോണത്. നല്ലതാണ്. കടലിന്റെ മുകളിൽ കൂടെ നമ്മള് പാലത്തിന് മുകളിൽ വന്നു കാറില്, പിന്നെ ഇപ്പോ ട്രെയിനിന് മുകളിൽ പോകണം. സിമ്പിൾ തിങ്സ് ഫണി. എന്തായാലും ഇങ്ങനെ ഒരു സംവിധാനമുള്ളത് നന്നായി. അത്രയും നടക്കാണ്ട് കഴിഞ്ഞു. പിന്നെ നല്ല വെയിലുണ്ട്, പിന്നെ ദൂരമുണ്ട്. പിന്നെ അവിടെ ചെന്നിട്ട് ഒരുപാട് സ്റ്റെപ്സ് കയറണം അതിൻ്റെ മുകളിലേക്ക്. ഒരു വശത്ത് മുഴുവൻ ഷോപ്പുകൾ, കച്ചവട സ്ഥലങ്ങളുണ്ട്. അധികവും ഈ കരകൗശല സംഭവങ്ങൾ അങ്ങനെയുള്ള കുറേയൊന്നും തുറന്നിട്ടില്ല, കുറേയൊക്കെ ഓപ്പണാണ്. ഇത് ഓഫ് സീസൺ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ അധികവും ലോക്കൽസൊക്കെയാണ് ടൂറിസ്റ്റുകൾ, ഇന്ത്യൻ ടൂറിസ്റ്റുകൾ തന്നെയാണ്. കേരളത്തിൽ നിന്നൊന്നും ആരും കാണുന്നില്ല, നല്ല ചൂടല്ലേ, അപ്പോൾ ആരും വരുന്നുണ്ടാവില്ല ഇങ്ങോട്ടൊന്നും. തണുപ്പുള്ള സ്ഥലങ്ങൾ നോക്കി പോവാണല്ലോ നമ്മൾ പൊതുവെ ചെയ്യുക. അപ്പോൾ ഇതിപ്പോൾ ഒരു ചതുപ്പ് പോലെയുള്ള ഭാഗത്തു കൂടെയാണ് പോണത്. അത് കഴിഞ്ഞ് നമ്മൾ ശരിക്കുള്ള ഐലൻഡിൽ വന്നിറങ്ങി. അപ്പോൾ കുറച്ചധികം ഉണ്ട് നടക്കാൻ, പിന്നെ കുറേ സ്റ്റെപ്സ് ഉണ്ട്, പിന്നെ വെയിലിനൊരു കുറവുണ്ട് ഈ കച്ചവടക്കാരുടെ ടാർപ്പായിട്ട് കാരണം. എന്നാലും സ്റ്റെപ്സൊക്കെ നമുക്ക് എങ്ങനെ ഉണ്ടാവോ നോക്കാം. കരിമ്പ് ജ്യൂസാണ്, ഗന്ന ജ്യൂസ്. പക്ഷെ ഇംഗ്ലീഷിൽ എഴുതിക്കുന്നത് 20, ഹിന്ദിയിൽ എഴുതുന്നത് 10 രൂപയാണ്. ഫോറിനേഴ്സിന് 20, ലോക്കൽസിന് 10 ആയിരിക്കും. സോ ഫോറിനേഴ്സ് के लिए 20. ये ഗ്ലാസ് ഗ്ലാസ്സിൽ വ്യത്യാസമുണ്ട്, ഗ്ലാസ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. എന്നാലും ഫോറിനേഴ്സ് ഇംഗ്ലീഷ് 20 മാത്രം വായിച്ചാൽ മതി എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. പോക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഡോലിയിൽ പോകുന്നുണ്ട്, അപ്പോൾ അത്യാവശ്യം കയറ്റം ഉണ്ടെന്ന് തോന്നുന്നു. കുഴപ്പമില്ല, കയറി എത്താം. നിറയെ പട്ടികൾ ഇങ്ങനെ അലഞ്ഞു നടക്കുന്നുണ്ട്. കുറേ നടക്കാനുണ്ട്, സ്റ്റെപ്സ് ഉണ്ട്, നിറയെ ഭക്ഷണ സ്ഥലങ്ങളുണ്ട്.
എല്ലാം കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ തിരിച്ചു വന്നിട്ടാവാം. അത്യാവശ്യം സ്റ്റെപ്പുകളുണ്ട്, ഇനിയുണ്ട് സ്റ്റെപ്സ്. ഇറക്കുന്നുണ്ട്. എൻ്റെ കാലുണ്ട്. കഴിഞ്ഞൂലേ? എത്തി കുറച്ച് പ്ലെയിൻസ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ സ്റ്റെപ്സ് കയറി വൈകിട്ടായിട്ട് റെസ്റ്റ് ചെയ്യണ മട്ടിൽ അമ്മ മാലയും വളയൊക്കെ നോക്കാണ്. പക്ഷേ ആരായാലും ഒന്ന് നിന്ന് പോവും. നല്ല അടിപൊളി കളക്ഷനാണ്, സൂപ്പറാ. നമ്മളങ്ങനെ കയറിയെത്തി. വെൽക്കം എലിഫൻ്റ കേവ്സ്. ഇറ്റ്സ് എ വേൾഡ് ഹെറിറ്റേജ് മോണ്യുമെൻറ്റ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആണത് മെയിൻറ്റെയിൻ ചെയ്യണത്. അതിൻ്റെ കീഴിലാണ്. നമുക്ക് കയറി എല്ലാ കേവ്സും ഒന്ന് പരമാവധി പറ്റുന്ന പോലെ കണ്ടിട്ട് വരാം. ഓൺലൈൻ ബുക്കിംഗ് ആണ് ഇപ്പോൾ എല്ലായിടത്തും. പക്ഷേ വൈഫൈ വളരെ വീക്കാണ്. അപ്പോൾ അത് കാരണം നെറ്റ്വർക്ക് പൊതുവെ ഇല്ലാത്ത ഒരു ഐലൻഡാണല്ലോ. കിട്ടണില്ലെങ്കിൽ അവരിപ്പോൾ എല്ലാവർക്കും കിട്ടണില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കൗണ്ടർ ഓപ്പൺ ചെയ്യാൻ നിൽക്കുന്നുണ്ട്. ഞാനെങ്കിൽ അതിൽ നോക്കാം, ഒന്നുകൂടി ട്രൈ ചെയ്യാം. കിട്ടണില്ലെങ്കിൽ പോയി വാങ്ങാൻ. ഇപ്പോൾ കൗണ്ടർ അടയ്ക്കുന്നു. ഓഡിയോ ഗൈഡ് കിട്ടാനുള്ളൊരു QR വെച്ചിട്ടുണ്ട്. നെറ്റ്വർക്ക് കിട്ടുകയാണെങ്കിൽ നോക്കാം. എൻ്റെ ബാഗ് പിടിച്ചു വലിക്കാൻ പോയി, പേടിച്ചു പോയി. അയ്യോ, ഇപ്പം അവരുടെ അടുത്തേക്കാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ബാഗിനെ നമ്മൾ ഇതിൽ കവർ ചെയ്ത്. ഭയങ്കര ബുദ്ധിയാണ് കേട്ടോ കുരങ്ങനെ. ബസാൾട്ട് റോക്കാണ് ഈ ഗുഹാക്ഷേത്രങ്ങൾ. പിന്നെ 8th സെഞ്ച്വറി തൊട്ട് 2nd സെഞ്ച്വറി വരെ പഴക്കമുള്ളതാണ് ഇതിൽ പല ഗുഹകളും. ഇത് 1987 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായി പ്രഖ്യാപിച്ചത്. ഇതാണ് കേവ് നമ്പർ 1. ഇതാണ് എലിഫൻ്റ ഐലൻഡ്സിൻ്റെ എലിഫൻ്റ കേവ്സിൻ്റെ സെൻറ്റർ പീസ് എന്ന് പറയുന്നത്. ഇത് വളരെ വലിയൊരു കേവാണ്. 60,000 സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഈ ഒറ്റ കേവ്. ഈ ത്രിമൂർത്തി സദാശിവ എന്ന ഈ ഒരു പ്രതിഷ്ഠ, ഇത് ഒരു 18 മുകളിൽ ഫീറ്റ് ഉണ്ട്. 18 ഫീറ്റ് 20 അടിയോളം എന്നാണ് പറയുന്നത്. അതിൻ്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള തിരക്കാണ്. ഇതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ്, സെൻറ്റർ പീസ്. പിന്നെ അർദ്ധനാരീശ്വര ശില്പം ഉൾപ്പെടെ ഒരുപാട് സ്കൾപ്ചേഴ്സ്, ഇതിൻ്റെ ശില്പങ്ങൾ ഇതിൻ്റെ ചുമരുകളിലൊക്കെ ഉണ്ട്. ഇതൊക്കെ നല്ല പ്രിസർവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട്. പല കേവ്സും ഡിറ്റീരിയേറ്റഡ് ആണ്. ഫസ്റ്റ് കേവ് മാത്രമാണ് പ്രോപ്പറായിട്ട് നമുക്ക് പ്രതിമകളൊക്കെ കുറച്ചെങ്കിലും, എല്ലാം പകുതിയൊക്കെ പോയ നിലയിലാണ്. എന്നാലും ബാക്കിയുണ്ട്. ഇപ്പോൾ ദ്വാരപാലകസൊക്കെ ഓൾമോസ്റ്റ് ഗോൺ. അതിൻ്റെ ആ റോക്സ് മാത്രമായി. നല്ല ഡിപിക്ഷൻസ് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ 6th സെഞ്ച്വറി ആണല്ലോ. അപ്പോൾ പിന്നെ പോർച്ചുഗീസുകാരുടെ ആക്രമണം ഉണ്ടായിട്ട് ഒരു വെടിയേറ്റിലോ കുറേ നശിച്ചു എന്നൊക്കെ പറഞ്ഞു. പില്ലേഴ്സ് നല്ല സ്റ്റൈലായിട്ട് നിൽക്കുന്നുണ്ട്, 6 പില്ലേഴ്സ്. ബാക്കി ഓൾമോസ്റ്റ് കുറേ ഒക്കെ നാശാവസ്ഥയിലാണ്. ഇതുപോലെ ഫസ്റ്റ് മേജർ കേവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 യൂണിറ്റും കൂടി കേവ്സ് ഉണ്ട്. ഈ 4 യൂണിറ്റ് കേവിൽ ഫസ്റ്റ് യൂണിറ്റ് ഓൾമോസ്റ്റ് എംപ്റ്റി ആയിരുന്നു. ഇത് 2nd യൂണിറ്റാണ്. ഈ ഗുഹയൊക്കെ എംപ്റ്റിയാണ്. ഈ ഗുഹയാണ് എംപ്റ്റിയാണ്. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പോൾ പൊളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇങ്ങനത്തെ അവസ്ഥയ്ക്ക് മെയിനായിട്ടുള്ള കാരണം പറയുന്നത് പോർച്ചുഗീസ് സോൾജേഴ്സ് ഇത് ഔട്ട് പോസ്റ്റായിട്ട് യൂസ് ചെയ്ത് ഇതിങ്ങനെ അവർ കുറേ ഷൂട്ടിംഗ് പ്രാക്ടീസിനൊക്കെ ഉപയോഗിക്കും പ്രതിമകൾ. അങ്ങനെയൊക്കെ ഡിഫേസ്ഡായി, പിന്നെ ആകെ പൊളിഞ്ഞ് നാശാവസ്ഥയിലൊക്കെ ആയി. എന്താ അല്ലേ, കഷ്ടം തന്നെ. 2ാം നൂറ്റാണ്ടിലെ ബുദ്ധിസ്റ്റ് ടെമ്പിൾസുള്ള ഹില്ലോക്കിൻ്റെ, ഈസ്റ്റേൺ ഹില്ലോക്കിൻ്റെ അവിടേക്ക് പോകാമെന്ന് വെച്ച് നോക്കിയപ്പോൾ അവിടെ ഒന്നുമില്ല, ഒരു കാഴ്ചയില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ വന്നപ്പോൾ നല്ലൊരു കാഴ്ച. കുരങ്ങന്മാരുടെ ആ ഒരു സ്നേഹം നോക്കൂ. കൂട്ടിപ്പിടിച്ചിരുന്ന് ചേർത്ത് വെച്ച് അവരങ്ങനെ ചേർത്ത് പിടിച്ചപ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര ശാന്തത. കെട്ടിപ്പിടിച്ച് അങ്ങനെ ഉറങ്ങാണ്. ഞങ്ങൾ കുറേ നേരം നോക്കി നിന്നു. ഒരു പ്രത്യേക രസം. തിരിച്ചിറങ്ങുമ്പോൾ 1 മണി. അപ്പോൾ എല്ലാ കച്ചവടക്കാരും തുറന്നിട്ടുണ്ട്. നല്ല കളക്ഷനാണ്. നാച്ചുറൽ സ്റ്റോൺസിൻ്റെ ഒരുപാട് ജ്വല്ലറി ഇവിടെ കാണുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. 2000 का है, ये 300 का है. ये ओरिजिनल, ये ചൈന. കേസ് लगता है. ഇനിയുണ്ട്. ഒറ്റ നോട്ടത്തിൽ വ്യത്യാസം അറിയില്ല, പക്ഷെ പിടിച്ചു നോക്കുമ്പോൾ സ്റ്റോൺ ഹെവിയാണ്. ഇത്
വെരി ലൈറ്റ് ആൻഡ് ശബ്ദമുണ്ട്. 1:20 മസാല ദോശ കഴിക്കാം. താലി മീൽസ് മെയിൻ മീൽ കഴിച്ചോ. ഇതാണൊരു ഫ്രഞ്ച് ഫ്രൈസ് പറയാമോ ഉണ്ടോ. പിന്നെ സ്വീറ്റ് ലസ്സി, മസാല ചാസ്, വെറൈറ്റി ഉണ്ട്, കുഴപ്പമില്ല. ഇത് കഴിച്ച് നമുക്ക് അധികം വൈകാണ്ട് ബോംബെയുടെ അടുത്ത പ്രദേശങ്ങളിലേക്ക് പോവാം. ആകെ ഈ ഹമാരി മസാല ദോശ ഇങ്ങനെയുണ്ട്. കുഴപ്പമില്ല. ഇവിടെ വെജ് താലി എന്തായാലും ആദ്യം തന്നെ വന്നു. ഇവരുടെ താലിയിലൊക്കെ 2 ചപ്പാത്തി പിന്നെ ചോറ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ പാവ് ഭാജി വന്നു. നോർത്ത് ഇന്ത്യൻ ഒരു സംഭവമാണല്ലോ പാവ് ഭാജി. അപ്പോൾ നമ്മുടെ ഇവിടെയും ധാരാളമായി കിട്ടുന്നുണ്ട്. ഞാനങ്ങനെ ഇതുവരെ കഴിച്ചിട്ടില്ല. ഇനി ഒരു വടാപ്പാവും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബണ്ണും ചാറും തന്നെ അല്ലേ. ടോസ്റ്റഡ് ബണ്ണും ചാറും. നമ്മുടെ വടാപ്പാവ്, ഇന്ത്യൻ ബജി അല്ല, ഇന്ത്യൻ ബർഗർ. ഒറ്റക്കടി കുറച്ച് ചീസും മയണീസൊക്കെ വെച്ചാൽ കുറച്ചും കൂടി ഗംഭീരാവോ. അങ്ങനെ ഭക്ഷണം കഴിച്ച് ആ പരിപാടി തീർത്തു. എലിഫൻ്റ് കേവ്സ് അത്യാവശ്യം നന്നായി തന്നെ കണ്ടു തീർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മിനി ട്രെയിൻ ഒരു 7-8 മിനിറ്റ് കാത്തിരിക്കേണ്ടി വന്നു. ഒരൊറ്റ ട്രെയിനുള്ളൂ എന്ന് തോന്നുന്നു. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി അലഞ്ഞ് ഇതാ നമ്മൾ വന്നിറങ്ങി. ഇനി നമ്മുടെ ഫെറിയിൽ കയറണം. ഫെറി പക്ഷെ ഇങ്ങോട്ട് വന്നിട്ടേ ഇപ്പോൾ ഫെറി കയറിയതും ജോൺസൺ ഹോസ്റ്റിനും നല്ല ഉറക്കമായി. കാരണം 2-3 മണിക്കൂർ നടപ്പും പിന്നെ നല്ല ഫുഡും ഒക്കെ കഴിച്ച്, വെജ് താലിയാണ് എന്നാലും വയറ് നിറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ കടൽക്കാറ്റ് ഏറ്റ് ഇങ്ങനെ ഉറങ്ങി. പക്ഷേ ഞാൻ എന്താ കണ്ണു തുറന്നിരുന്നു. നമ്മുടെ താജ് കാണുന്നു, ഗേറ്റ് വേ കാണുന്നു. നമ്മൾ തിരിച്ച് ബോംബെ തീരത്ത് വന്ന് ഇറങ്ങുന്നു. ഇനി നമുക്ക് ഒന്ന് നടന്ന് ഗേറ്റ് വേ കാര്യമായി തന്നെ ഒന്ന് കാണാം. സോ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ നമ്മൾ പകൽ കാണാണ്. എലിഫൻ്റ് ഐലൻഡ്സിൽ പോയിട്ട് തിരിച്ചു വന്നു. ഇവിടെയാണല്ലോ, ഇവിടെ നിന്നാണ് ഫെറി പുറപ്പെടുന്നതും ഇറങ്ങണമൊക്കെ. Erected to commemorate the landing of their Imperial Majesties King George V and Queen Mary on the 2nd of December. ഉണ്ടോ MCMX എന്നൊക്കെ നമുക്ക് തോന്നാം, പക്ഷെ അത് 1911 ആണ്. 1911 അവരിവിടെ എത്തിയത്. അപ്പോൾ അവരുടെ ഇന്ത്യയിൽ വന്നിറങ്ങിയതിൻ്റെ ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇറക്റ്റ് ചെയ്തതാണ് നമ്മുടെ ഈ പ്രൗഢമായ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. 1913 പണി തുടങ്ങിയത്. 1924 പണി കഴിഞ്ഞു. അപ്പോൾ ഇത് ഒരു ബ്രിട്ടീഷ് ആൻഡ് ഇന്ത്യൻ ആർക്കിടെക്ചർ സമന്വയിപ്പിച്ചിട്ടുണ്ടാക്കിയ, ബ്ലെൻഡ് ചെയ്തുണ്ടാക്കിയ നല്ല ഒരു ഗാംഭീര്യമുള്ള കൺസ്ട്രക്ഷനാണ്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ മുംബൈ എന്ന് പറയുന്നത് വളരെ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കീ പോയിൻ്റാണ് ഇന്ത്യയുടെ. അപ്പോൾ ഇവിടെ കോസ്റ്റൽ ഗാർഡ് ഉണ്ട്, അതുപോലെ നമ്മുടെ കണ്ടെയ്നർ ടെർമിനൽ, അതിന് പോർട്ട്, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. ഷിപ്പ് യാർഡ് ഉണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും, ഇത്രയും മുംബൈ പോലീസൊക്കെ ഉണ്ടായിട്ടും ഇങ്ങനെ ഒരു അറ്റാക്ക് ഇവിടെ നടന്നപ്പോൾ അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് കൂടുതൽ സെക്യൂരിറ്റി മെഷേഴ്സ് കൂട്ടിയിട്ടാണ് ഇതൊക്കെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല. ഇനി അതിന് പരഭാഗ ശോഭ എന്നൊക്കെയുള്ള വാക്കാണ് എനിക്ക് ഓർമ്മ വരുന്നത് കവിതയിൽ നമ്മൾ വായിക്കുന്നത്. അത് നമ്മൾ ഈ ഫെറിയിൽ വന്നിങ്ങനെ ഇറങ്ങുമ്പോൾ തന്നെ താജ് ഇങ്ങനെ കാണുമ്പോൾ ഒരു കുളിരാണ് സത്യത്തിൽ. കാരണം താജ് ഈസ് നോട്ട് ജസ്റ്റ് എ 5-star ലക്ഷറി ഹോട്ടൽ. താജ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു ലെഗസിയാണ്. ഇന്ത്യൻ ഒരു സോഷ്യോ ഇൻഡസ്ട്രിയൽ എക്കണോമിക് ഡെവലപ്മെൻറ്റിനൊക്കെ ജംഷഡ്ജി ടാറ്റ വഹിച്ചിട്ടുള്ള പങ്കാളിത്തം നമുക്ക് എല്ലാവർക്കും അറിയാം. സ്വാതന്ത്ര്യ സമരത്തിന് കഴിഞ്ഞ് നമ്മുടെ ജവഹർലാൽ നെഹ്റു അതുപോലെ നേതാക്കളോടൊക്കെ ഒപ്പം നിന്നിട്ട് ഇന്ത്യൻ ഒരു വ്യാവസായിക രംഗത്ത് മുന്നേറ്റം നടത്തിയത് ഈ ടാറ്റയുടെ നേതൃത്വത്തിലാണ്. അപ്പോൾ അദ്ദേഹം വെറുമൊരു മൾട്ടി മില്യനെയർ ബിസിനസ്മാനോ ഒന്നുമല്ല, സോഷ്യൽ റിഫോമർ എന്ന് പറയാവുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ഇന്ത്യയുടെ ഒരു ഹെറിറ്റേജ് നിലനിർത്തിക്കൊണ്ട് തന്നെ അതിന് ഗ്ലോബലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു ഇന്ത്യസ് ഫസ്റ്റ് 5-star ലക്ഷറി ഹോട്ടൽ 1903 ദ താജ് മഹൽ പാലസ് മുംബൈ പണിതത്. 1903, അത്രയ്ക്കും ചരിത്രം. പിന്നെ അത് വാർ ടൈമിലൊക്കെ ഒരു 600 ബെഡഡ് ഹോസ്പിറ്റലായിട്ട് വരെ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്ത്യയുടെ ദേശീയത അതിനോടൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു പേരാണ് താജ് മുംബൈ. ഛത്രപതി ശിവജി മഹാരാജ്, അങ്ങനെയാണ് മറാത്തക്കാർ വിളിക്കുക.
അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ശിവാജിയുടെ പ്രതിമകൾ നമ്മുടെ പല കീ പോയിന്റ്സിലും കണ്ടു. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പ്രതിമയാണത്. ഇദ്ദേഹം മറാത്ത സാമ്രാജ്യം സ്ഥാപിച്ച മഹാനായ ചക്രവർത്തിയാണ്. മുഗൾ ബീജാപുരി അധിനിവേശങ്ങളിൽ നിന്നൊക്കെ മഹാരാഷ്ട്രനെ സ്വതന്ത്രമാക്കിയിട്ട് ഒരു വളരെ യുണീക്കായിട്ടുള്ളൊരു മറാത്ത കിങ്ഡം സ്ഥാപിച്ച് അത് ഭരിച്ച ശക്തനായിട്ടുള്ള ഭരണാധികാരിയാണ് നമ്മുടെ ശിവജി മഹാരാജ്. വീരശൂരൻ അല്ലേ? കഠാരിയൊക്കെ ഉണ്ട് കയ്യില്. പരാക്രമി. 4:04 ആയിട്ടുള്ളൂ. പക്ഷേ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ നല്ല തിരക്കാണ്. ജനം ഇങ്ങനെ നല്ല രസമായിട്ട് ചായയും ബോംബെ സമോസയൊക്കെ കഴിച്ചിങ്ങനെ അവിടെ എൻജോയ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് പതുക്കെ ഇനി ബോംബെയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് നീങ്ങാം. സോ സ്റ്റേ വിത്ത് us. താങ്ക് യു.